ഗായത്രി പുഴയിൽ തരൂർ എന്ന കടവിൽ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനിറങ്ങിയ ഒഴുക്കിൽപ്പെട്ട പ്രണവ് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടിയത് പട്ടാമ്പിയിലുള്ള ഒരു കടവിൽ വെച്ചിട്ടാണ്. ഒരു 50 കിലോമീറ്ററോളം ആ ഒരു മൃതദേഹം സഞ്ചരിച്ചത്. ഈ ബോഡി വന്ന് 24 മണിക്കൂറാവും. അതായത് തൊട്ടടുത്ത് നമുക്ക് കിട്ടണമെങ്കിൽ 4-5 കാരണമുണ്ട്. ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ മരത്തിൻ്റെ വേരുകളുണ്ടാവും വെള്ളത്തിനടിയിൽ. അതിൽ എവിടെയെങ്കിലും അടിക്കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും മരത്തിൻ്റെ വേര് കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ പിന്നെ ബോഡി പൊങ്ങുമ്പോൾ അങ്ങനെ പൊന്തി വരും. രണ്ടാമത് ഞാൻ ഈ മീൻ പിടിക്കുന്ന വലയുണ്ട്, അവരാൾക്കാർ സൈഡിട്ടുണ്ടാവും. മരണപ്പെട്ട തൊട്ടപ്പുറത്തപ്പുറത്ത് വലയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ കുടുങ്ങിയിട്ട് ബോഡി അവിടെ നിന്ന് പോയി 10-24 മണിക്കൂർ അവിടെ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നാ കേട്ടോ. പിന്നെ പാറകളുടെ ഇടയിൽ കുടുങ്ങാൻ സാധ്യത. കയ്യോ കാലം അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. പിന്നെ പൊന്തെടുത്ത് ബോഡി ഈ ബാക്ടീരിയ ഫോമായിട്ട് ബോഡി വീർക്കുമല്ലോ. അങ്ങനെയാണ് അവിടെ തൊട്ടടുത്ത് പൊന്തുന്ന ഓരോ കാരണങ്ങളാണ് പറയുന്നുണ്ട് ഞാൻ. പിന്നെ മെയിൻ കാരണം വെച്ചാൽ ഈ മുളങ്കാടുകളുണ്ട്. മുളങ്കാളുടെ വേരുകൾ ഈ ഒഴുക്കുള്ളതായതുകൊണ്ട് വെള്ളം ചിലപ്പോൾ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ബോഡി സൈഡ് ഈ മുളങ്കാളുടെ ഇടയിലൊക്കെ അവിടെ പോകുന്ന സാധ്യതയുണ്ട്. ഇങ്ങനെ കുറച്ച് കാരണങ്ങളാണ് ബോഡി തൊട്ടടുത്ത് പൊന്താൻ കാരണം കേട്ടോ. ഇത് എവിടെയും തട്ടിയില്ലെങ്കിൽ ഈ ബോഡി രാത്രിയായി പൊന്തി കഴിഞ്ഞാൽ ഈ രാത്രി ചിലപ്പോൾ പൊന്തുണ്ടാവും. ആ പൊന്തണ നേരത്ത് വെള്ളത്തിന് മേലെ കൂടെ സഞ്ചരിക്കും. അങ്ങനെയാണ് ഇത്ര ദൂരം പോയിരിക്കുന്നത് ബോഡി. അതുകൊണ്ടാണ് ആരുടെ കണ്ണിനും പെടാത്തത്. അപ്പോൾ എല്ലാവരും മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഒഴുക്കിലൊക്കെ പോയി കളിക്കാൻ നിൽക്കണ്ട. എന്താ ഉണ്ടാവും എന്നും പറഞ്ഞു നീന്ത അറിയാനും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നീന്ത അറിഞ്ഞ് അടി പോയി കഴിഞ്ഞാൽ കുത്തൊഴുക്കിൽ നേരെ പാറകളുടെ ഇടയിൽ കയ്യും കാലം കുടിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, മഴക്കാലമാണ്.